മലയാളികൾ ഏതെങ്കിലും സീരിയൽ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള താരങ്ങളെല്ലാവരെയും പിന്നീട് ശ്രദ്ധിക്കാറുണ്ട്. അവർ ഏത് സീരിയലിലേക്ക് പോയാലും എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും അത് പ്രേക്ഷകർ ഒരിക്കലും മറക്കാറുമില്ല. അക്കൂട്ടത്തിൽ ഇപ്പോൾ പ്രേക്ഷകർ ഒടുവിൽ നോക്കുന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ് ചെമ്പനീർ പൂവിലെ ചന്ദ്രമതിയായി എത്തിയ താരം. പത്മ എന്ന പേരും റിയ എന്ന പേരും കാണുന്നുണ്ട്. വിവാഹത്തിന് മുൻപ് പത്മ എന്നായിരുന്നുവെങ്കിലും വിവാഹത്തിന് ശേഷം റിയ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ സീരിയലിൽ പിന്നീട് അഭിനയം തുടങ്ങിയതിന് ശേഷം പത്മ എന്ന പേര് തന്നെ താരം ഇടുകയായിരുന്നു. അതിലൂടെ തന്നെ റിയ പത്മ, പത്മ റിയ എന്ന താരത്തിനെ എല്ലാവരും വിളിക്കുന്നു. 3 ആൺകുട്ടികളാണ് താരത്തിനുള്ളത്. സ്വകാര്യ ജീവിതത്തിനെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ പ്രേക്ഷകർ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. റിയ ജോർജ് എന്ന താരത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലെല്ലാം നിറയുകയാണ് എന്ന് തന്നെ പറയാം. ഞാനൊരു അമ്മയാണ്, ഞാനൊരു ട്രെയിനറാണ്, ഞാനൊരു അഭിനേത്രിയാണ്, അതിനേക്കാൾ ഉപരി ഞാനൊരു കുടുംബിനിയാണ്, അതിനേക്കാൾ ഉപരി തന്നെ എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. താരത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുകയാണ്. വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചും എത്താറുണ്ട്. എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ലൊക്കേഷൻ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാൻ യാതൊരു മറവിയും കാണിക്കാറില്ല. ആദ്യം തന്നെ ചിത്രങ്ങളുമായിട്ട് എത്താറാണ് പതിവ്. താരത്തിൻ്റെ വളരെയധികം സുപരിചിതമായി പ്രേക്ഷകർക്ക് നന്നായി അറിയാം. അമ്മ വേഷങ്ങളിലൂടെയാണ് താരം കൂടുതലും പ്രശസ്തിയിലേക്ക് എത്തിയതെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരത്തിൻ്റെ ചിത്രങ്ങൾ വളരെയധികം തന്നെ ആരാധകർ ഏറ്റെടുക്കാറുമുണ്ട് എന്ന് പറയണം. യഥാർത്ഥ ജീവിതത്തിൽ ഭർത്താവും മകനുമായിട്ടുള്ള ജീവിതമാണെങ്കിലും സീരിയലിലെത്തുമ്പോൾ ആൺമക്കളുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു താരം തന്നെയാണ്. സീരിയൽ നടി റിയ ജോർജിൻ്റെ ജീവിതം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്ന് തന്നെ പറയാം. ഹിന്ദു ജീവിതത്തിൽ നിന്ന് വിവാഹത്തിന് ശേഷം ക്രിസ്ത്യൻ രീതിയിലേക്ക് മാറിയ താരത്തിന് പിന്നീട് അഭിനയത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ പഴയ പേരിലേക്ക് തന്നെ പോകേണ്ടി വന്നു. റിയ എന്ന പേരിനേക്കാൾ പ്രേക്ഷകർക്ക് സുപരിചിതം പത്മ എന്ന പേര് തന്നെയായിരുന്നു. എപ്പോഴും വില്ലത്തി കഥാപാത്രത്തിലൂടെയാണ് താരം വെളിപ്പെടുത്തിയിട്ടുള്ളത്. താരം കൂടുതലും പുറത്തു വന്നിട്ടുള്ളതും ഇതുപോലെ ആന്റഗണിസ്റ്റ് എന്ന ടൈറ്റിലൂടെ തന്നെയാണ്. പ്രേക്ഷകർ വളരെയധികം ഏറ്റെടുക്കുന്ന ഒരു വാർത്ത ഇത് മാറാനുള്ള കാരണവും താരത്തിനുള്ള ഇഷ്ടമാണ്. നടി റബേക്കയോടൊപ്പം അതുപോലെ നിരവധി നടന്മാരോടൊപ്പമുള്ള സ്നേഹം പ്രേക്ഷകർ തന്നെ പങ്കുവയ്ക്കാറുണ്ട്. അരുണും റബേക്കയും അതുപോലെ തന്നെ ആനന്ദുമൊക്കെ വളരെയധികം സൗഹൃദത്തോടെയാണ് ഇവരുമായി പെരുമാറാറുള്ളത്. പ്രായം ചേർന്ന കഥാപാത്രങ്ങളുമായിട്ടാണ് താരം എത്താറുള്ളതെങ്കിലും അതൊന്നും ചെയ്യാൻ തന്നെ തനിക്ക് ഒരു മടിയുമില്ല എന്ന് തന്നെ പറയുന്നു. അത്രമാത്രം അടുപ്പമാണ്. റബേക്കയുമായി നല്ല അടുപ്പത്തിലാണ് എന്ന് തന്നെ പറയണം. റബേക്ക ചെമ്പനീർ പൂവിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചോദിച്ചിരുന്നതും റിയയോട് തന്നെയായിരുന്നു. റിയയ്ക്ക് വിഷമമില്ലേ എന്നായിരുന്നു. എന്നാൽ ആ സമയത്ത് പങ്കുവച്ചിരുന്ന ചിത്രങ്ങളെല്ലാം തന്നെ റബേക്കയെക്കുറിച്ചായിരുന്നു. അന്ന് റബേക്ക പോയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും പത്മ തന്നെയാണ്. അന്ന് സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുമുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എല്ലാം എഴുതുന്ന താരം തന്നെയാണ് വെളിപ്പെടുത്തുന്നതെല്ലാം. പ്രേക്ഷകരുടെ പ്രീതി കൂടി ഇപ്പോൾ താരത്തിൻ്റെ ലഭിക്കുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് ചിത്രങ്ങളെല്ലാം വൈറലാകുന്നത്. ആരാധകർ വളരെയധികം അതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.